ഇതാ മാങ്ങയല്ലേ തേങ്ങ അച്ചടിയെന്നല്ലേ ഇങ്ങനെ നമുക്ക് തരുന്നതെന്ന് പറയും കടയിൽ നിന്ന് സഞ്ചിയിലിട്ടിട്ട് തരുന്ന അറിയാം ആരെ പിള്ളേരായാലും ശരി ഇത് കുടിച്ചോട്ടോ ഓ എന്റെ അമ്മയുടെ ഗിഫ്റ്റാ. അമ്മ പറയായിരുന്നു നീയാണ് എന്റെ സൗഭാഗ്യമെന്ന്, നീയാണ് എന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണമെന്ന്, എന്റെ എല്ലാ അഭിവൃദ്ധിക്കും കാരണം നീ തന്നെയെന്ന്. എന്താ അമ്മയ്ക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ? എന്റെ എല്ലാ സന്തോഷത്തിനും കാരണമായ ഈ വീടിന്റെ ലക്ഷ്മിക്ക്. ഈ അക്ഷയ തൃതീയയിൽ സർവൈശ്വര്യങ്ങളും നേടൂ ജോയ ലൂക്കാസിന്റെ പരിശുദ്ധ സ്വർണത്തിലൂടെ. ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഹലോ, എന്റെ പൊന്നുമച്ചനെ നിങ്ങൾ എവിടെ എത്തിയത്? നമ്മുടെ റംസാൻ എപ്പിസോഡ് ഷൂട്ട് അങ്ങനെ പൃഥ്വിനെ കൊണ്ടുവരണ്ട. ഇവിടെ പിള്ളേരൊക്കെ വളഞ്ഞേക്കാണ്. വളം എത്തിയാ എത്തോടാ അന്ന വേഗം വാ. എത്തൂടാ പൃഥ്വിരാജ്. മച്ചാനെ ചതിച്ചു മച്ചാനെ. എന്തൊരു പൃഥ്വിരാജ് ചതിച്ചു. എന്താ കാര്യം അറിയോ? എത്ര പടത്തിൽ ഞാൻ ഓരോ വിളിക്ക് ഞാൻ പാസ്ത വേണം ബർഗർ വേണം എത്ര തവണ ഉണ്ടാക്കി കൊടുത്തെന്നറിയോ? നമുക്കൊരാവശ്യം വന്നപ്പം ആള് വന്നില്ല. ഇപ്പൊ ഈ നമ്മൾ ഈ റംസാൻ എപ്പിസോഡ് ആര് ചെയ്യും? അതിനൊരാളുണ്ട്. ആര്? അതായത് പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ ഇവരെക്കാളും കൂടുതൽ ഫാൻസ് ഉള്ള, കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉള്ള ഒരാൾ എന്റെ കൂടെ വണ്ടിയിലുണ്ട്. വിളിക്കട്ടെ? വിളിച്ചാൽ ആള് വരില്ല. ഞാൻ പോയി ഡോറ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. പോയി തുറക്കട്ടെ? പിന്നെന്തിനാ പൃഥ്വിരാജ്? ഇതുപോലെ നമുക്ക് പോവാം. നേരെ റമദാൻ സ്ട്രീറ്റിലേക്ക് പോവാം. പൊളിക്കല്ലേ? ഇന്ന് നമ്മളുള്ളത് മട്ടാഞ്ചേരിയിലാണ്, നമ്മുടെ മച്ചാന്റെ നാട്ടിൽ. അതായത് അവിടെ നോമ്പ് തുറ സമയം. നോമ്പ് തുറയുടെ വിഭവങ്ങൾ നമുക്കിന്ന് കാണാം, അവസാനം കഴിക്കാം. നമ്മളിപ്പോ നിൽക്കുന്നത് ചായക്കട. അതെ, അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ എന്താണെന്ന് നോക്കാം. മമ്മു പോയിക്കളയാ. എന്തൊക്കെയാണ് നിങ്ങളുടെ നോമ്പ് സ്പെഷ്യൽ? എന്തൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് സമൂസ, പരിപ്പുട, ഉള്ളിവജ, വെള്ളാപ്പം, കട്ട്ലേറ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും കൂടി വ്യത്യാസപ്പെടുത്തി സ്പെഷ്യൽ മലബാർ സ്പെഷ്യൽ വിഭവങ്ങൾ നിലയ്ക്ക് ഇറച്ചിപ്പത്തിരി, കായ്പോള, കേസരി, ഉന്നക്കായ, ബീഫ് റോള്, മുട്ടപ്പത്തിരി, അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മലബാർ വിഭവം കൂടി നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എത്ര മണി മുതലാണ് ഇത് തുടങ്ങുന്നത്? ഒരു 3 മണി മുതൽ ആരംഭിക്കും. പക്ഷേ നമ്മൾ ഈ കട വെളുപ്പിന് 3 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നോമ്പ് പിടിക്കുന്ന ആൾക്കാർക്ക് രാവിലെ പ്രഭാത ഭക്ഷണം ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോലെ പോവാം. മമ്മ പോലെ നോമ്പ് നമുക്ക്. അപ്പൊ ബാങ്ക് വിളിച്ചു. മമ്മൂന് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? എടുത്ത് കഴിച്ചോളൂ. സമൂസയാണോ വേണ്ടേ? കഴിച്ചോ. അതായത് മട്ടാഞ്ചേരിയിലെ ഫേമസ് അവക്കാഡോ ഷേക്ക് അല്ലേ? ഇത് മാങ്ങയല്ലേ തേങ്ങ അച്ചടിയെന്നല്ലേ? ഇതാണ് ഇവിടുത്തെ അവക്കാഡോ. ഇതിന്റെ സ്പെഷ്യൽ ഷേക്ക് നമ്മൾ ഇന്ന് കുടിക്കാൻ പോണേ. നോമ്പ് തുറക്കല്ലേ? എങ്ങനെയുണ്ട്? നമ്മള് ഷേക്ക് കുടിച്ചു. വിശക്കുന്നുണ്ട്. എന്താ ഹെവി ആയിട്ട് കഴിക്കാൻ തോന്നുന്നേ? നമുക്ക് വെറൈറ്റി ആക്കിയല്ലോ, പൊറോട്ടയും ബീഫും. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫേമസ് കടയാണ്. സുഖം തന്നെയല്ലേ? ഇവിടുത്തെ മെയിൻ ഐറ്റം എന്താണ്? ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റം ചിക്കൻ മിച്ചർ, ബീഫ് ഫ്രൈ, ബീഫ് വറുത്ത്, ബീഫ് റോസ്റ്റ്. അപ്പൊ നമുക്ക് 2-3 നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് എടുത്തോളൂ. ചിക്കൻ എന്തായാലും പിച്ച് ചെയ്തോ? ചിക്കൻ പിച്ച് അത് എടുത്തോളൂ. മാമു നോമ്പ് തുറന്നു.
ഷേക്ക് വാങ്ങി തന്നു, ജ്യൂസ് കുടിച്ചു. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്തൊക്കെയാ? ഇതെന്താണ്? ഇത് മട്ടാഞ്ചേരി കൊണ്ടാട്ടം. ഇത് ബ്രെയിൻ. ഇതെന്താണ്? മമ്മൂന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? പൊറോട്ടയും ബീഫും. ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് കഴിക്കാം. ഓക്കെ, ഇന്ന് ചിക്കൻ പിച്ചിയതും കൊണ്ടാട്ടം, തലച്ചോറ്. ഇതിന്റെ ഒരുമിച്ച് പൊറോട്ട ഉണ്ട്, നൂൽപുട്ടുണ്ട്, പിന്നെ അപ്പം, വെള്ളയപ്പം. ഏതാ കഴിക്കുന്നത്? പൊറോട്ട ആണോ? ഇതെന്ത് പൊറോട്ടയാണെന്ന് പറഞ്ഞേ? പൊറോട്ട. അപ്പൊ നമുക്ക് കഴിക്കാം. പൊറോട്ട എടുത്തോ, അടിച്ചോ. മമ്മൂനെ ഇഷ്ടമുള്ള ഏത് ഐറ്റം അതിൽ മുക്കി അടിച്ചോ. അല്ലേ മമ്മൂന് ഏറ്റവും ഇഷ്ടം പൊറോട്ട അല്ലേ? പൊറോട്ട എങ്ങനെയാ ഉണ്ടാക്കുന്നത്? അടിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ തല്ലുകൊണ്ട് അടികൊണ്ട് പരിപ്പളി അവസാനം 2 അടി അടിക്കുന്നത്. അതിനുശേഷം മമ്മു എടുത്ത് കടിച്ചു തന്നു. ചിക്കൻ എങ്ങനെയാ? ചിക്കൻ എവിടെ നിന്ന് കിട്ടുന്നത്? കടയിൽ നിന്ന്. എങ്ങനെയാ നമ്മൾ ചിക്കനെ വാങ്ങുക? ചിക്കൻ എങ്ങനെ നമുക്ക് തരുന്നതെന്ന് പറയും. കടയിൽ നിന്ന് സഞ്ചിയിലിട്ടിട്ട് തരുന്ന അറിയാം. സഞ്ചിയിലിട്ടിട്ട് അതൊക്കെ കണ്ടാലും കണ്ണു വെച്ച് ഉള്ളവൾ നല്ല കട്ടിച്ചുരക്കര ചുണ്ടവള തമ്മിന് നീനില്ലേ ചന്ദ്രന് വിട്ടത് യൂവില് പോലെ നെഞ്ചില് മാറിയിരുന്നേ അട്ടക്കാരനൊരു മുത്തകന് എനക്കാരും വരുന്നറിയോ പിന്നെ ഞാനും വരുന്നറിയുന്നു. ഇത് ഏത് ഭാഷ? എഴുതിയ ആൾക്ക് പോലും മനസ്സിലാവില്ലല്ലേ ഇത് ഏത് ലിറിക്സ് ആണത്? മമ്മു, നമ്മള് മട്ടാഞ്ചേരിയൊക്കെ വന്നല്ലേ, നല്ല പഞ്ചായിട്ടൊരു ഡയലോഗ് പറഞ്ഞു. മമ്മുന്റെ ഇൻസ്റ്റാ ഐ ഡി പേരെന്താ? മമ്മൂലെ ഭയങ്കര ബ്ലോഗ് ചെയ്യും. ഭയങ്കര ബ്ലോഗ്. അവൻ 3 വയസ്സിൽ തുടങ്ങിയ ബ്ലോഗിങ് കണ്ടോ? പറയണോ മമ്മു? നമ്മള് അടിപൊളി ഫോട്ടിലല്ല, ഇത് നമ്മളെ കറി, ബ്രെയിന്, ചിക്കൻ വെച്ചത്, ചിക്കൻ കൊണ്ടാട്ടോ, പൊറോട്ട, നൂലിപ്പുട്ട്, അപ്പമുണ്ട്. എന്നിട്ട് നമ്മൾ ഇതെങ്ങനെ കഴിക്കുക? ഇങ്ങനെ എടുക്കാം. മമ്മൂനോ? മമ്മൂന് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ വേണം. മമ്മൂന് എന്താ വേണ്ടത് കുടിക്കാൻ? മൊജീക്ക വേണം. മൊജീക്ക അടിച്ചോളാം. നമുക്കിത് അടിച്ച് നേരെ അങ്ങോട്ട് പോവാം. അപ്പൊ നേരെ നമ്മുടെ മോക്ടെയിൽ ഷോപ്പിലേക്ക്. മമ്മൂന് എന്താ കുടിക്കാൻ വേണ്ടത്? ഒരു മൊജീക്ക. അവന്റെ മുജീക്കും ഇല്ല ഇവിടെ. മൊഹീത്തോ ഇല്ലടാ. അതിനെന്താ വേണ്ടത്? ഓക്കെ, ഒരു ആപ്പിള്. ആപ്പിളും ഇല്ലേ? ആപ്പിളും ഇല്ലെന്ന്. എന്താ സ്പെഷ്യൽ നിങ്ങളെ? മുഹബത്ത് കാ സർബത്ത്, പിന്നെ മാംഗോ ഷേക്ക് ഉണ്ട്. കുടിച്ച മുഹബത്ത് കൂടും. പിന്നെ കൂടും. പിന്നെ കോൾഡ് കോഫി ഉണ്ട്. പിന്നെ മാംഗോ ഷേക്ക് ഉണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരുടെ സ്പെഷ്യൽ 3 ഐറ്റം എടുക്കട്ടെ, നമുക്കത് അടിക്കാം. ഒരു സ്പെഷ്യൽ കഴിക്കാൻ പോകും. ഓക്കെ, നിങ്ങളെ സ്പെഷ്യൽ ഉണ്ടോ? ഇങ്ങനെ കുലിക്ക് ഇപ്പോഴാണ് ശരിക്കും മുഹബത്തെ. മുഹമ്മദ് ഇനി മമ്മൂന് എന്താ വേണ്ടേ? മാംഗോ വെച്ചിട്ട് സ്പെഷ്യൽ അല്ലേ? ഒരു മാംഗോ എടുത്തോ. മമ്മൂന് കുലിക്ക് കറി, മാംഗോ കുലിക്ക്. ഇതേ പിടിച്ചോ. അതെന്താ ഇതിന് തൊടാൻ ഇത് തൊടാൻ നിങ്ങൾ ശശിയോ സോമനോ ഏത് വേണമെങ്കിലും ശരി. എനിക്ക് വേണം. ആരെ പിള്ളേരായാലും ശരി. രാവിലെ കുടിച്ചോട്ടോ. മട്ടാഞ്ചേരിയും പോയി, പോയി.
അപ്പൊ നമുക്ക് ഈ റമദാൻ എപ്പിസോഡ് ഇവിടെ തൽക്കാലത്തേക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? കൊച്ചി എങ്ങനെയുണ്ട്? കൊച്ചി പൊളി, മട്ടാഞ്ചേരിയാ ആദ്യം മേലെ ഈ നമ്മുടെ സർവത്ര അടിപൊളി. അതിനോട് പറയാം സൈഡ് പറയാം. പറയാലോ? പറഞ്ഞേ. പറഞ്ഞോ. മാറ്റിനി ഷെഫ് മച്ചാൻ ഇവിടെ എല്ലാ ഫുഡും കിട്ടും. എന്താ രസം.